റാന്നിയിൽ 23-കാരനെ കാറിടിച്ചു കൊന്നു എന്ന വാർത്ത വരുന്നു. കീക്കുഴൂർ സ്വദേശി അമ്പാടിയാണ് കൊല്ലപ്പെട്ടത്. റാന്നി ബിവറേജസിന് സമീപം നടന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് കൊലപാതകം. ബിവറേജസിന് മുന്നിലെ സംഘർഷങ്ങൾക്ക് തുടർച്ചയായി മക്കപ്പുഴയിലും ഇരു സംഘവും ഏറ്റുമുട്ടി. ഇരു സംഘങ്ങളും കാറിലെത്തിയ ശേഷം കാറിന് പുറത്തിറങ്ങിയ അമ്പാടി സുരേഷിനെ എതിർസംഘം കാറിടിച്ച് വീഴ്ത്തുകയായിരുന്നു. പ്രതികളായ അജോയ്, അരവിന്ദ്, ശ്രീകുട്ടൻ എന്നിവർ ഒളിവിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അല്ലമീൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അല്ലമീൻ, എപ്പോഴായിരുന്നു സംഭവം? കാർ ഉപയോഗിച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുകയായിരുന്നോ ഇവർ? നാട്ടുകാരാണോ? ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ ഇവർ? എന്താണ് സംഭവിച്ചത് അല്ലമീൻ? അരുൺകുമാർ, വല്ലാത്തൊരു ക്രൂരതയുടെ കഥയാണ് റാന്നിയിൽ നിന്ന് വരുന്നത്. ഇന്നലെ റാന്നിയിൽ ബിവറേജിന് മുന്നിൽ രണ്ടു സംഘങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെറിയ സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ നിന്ന് വെല്ലുവിളികളുമായി രണ്ട് സംഘവും പിരിഞ്ഞു പോവുകയായിരുന്നു. പിന്നീട് അതിന്റെ തുടർച്ചയായി മറ്റൊരിടത്ത് വെച്ചും സംഘർഷമുണ്ടാവുകയും ഏറ്റുമുട്ടലുണ്ടാവുകയും ചെയ്തു. ഇതിൽപ്പെട്ട ഒരാളെയാണ് പിന്നീട് മറ്റൊരു സംഘം കാറിടിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തയാണ്. റാന്നി സ്വദേശിയായിട്ടുള്ള അമ്പാടി 28 വയസ്സെന്നും 23 വയസ്സെന്നും വിവരം ലഭിക്കുന്നു. ഇപ്പോൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും ഇന്നലെ വൈകുന്നേരം കാറിടിച്ച് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ഒരു സാധാരണ അപകടമായും പോലീസ് അതിനെ വിലയിരുത്തുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റിരുന്നു. പിന്നീട് അർദ്ധരാത്രിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു സാധാരണ അപകട മരണം എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ രണ്ടു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ കഥയും അതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന്റെ വിവരമൊക്കെ പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ ചിലരെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ആ സംഘർഷത്തിന്റെ തുടർച്ചയായി അതിന്റെ പ്രതികാരമായി അമ്പാടിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഈ അമ്പാടിയെ ഇടിച്ചതിന് ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. ആ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചില ആളുകളും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ കാർ ഓടിച്ചിരുന്ന അമ്പാടി ഇടിച്ചു കൊന്ന ആളുകൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ബാറിന് മുന്നിൽ, ബിവറേജസിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ പക്ഷേ അമ്പാടി ഇല്ലായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നു. അമ്പാടിയുടെ ഒരു സുഹൃത്തും ഈ ഇടിച്ചു കൊന്ന സംഘാംഗങ്ങളും തമ്മിലായിരുന്നു വാക്കുതർക്കം. പിന്നീട് അതിനെ തുടർന്ന് വെല്ലുവിളിയാകുന്നു. ചില ഇടങ്ങളിൽ വെച്ച് ഏറ്റുമുട്ടാം അല്ലെങ്കിൽ നേരിട്ട് കാണാം എന്നുള്ള തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ആ വെല്ലുവിളികളുടെ ഭാഗമായി രണ്ട് കൂട്ടരും മറ്റൊരിടത്ത് ഒരുമിച്ചെത്തുകയും അവിടെ വെച്ച് സംഘർഷം ഉണ്ടാവുകയും ഇതിനിടയിൽ അമ്പാടിയെ കാറിടിച്ച് കൊലപ്പെടുത്തി എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കൊലപാതകമാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സംഘങ്ങൾ എന്തായിരുന്നു വാക്കുതർക്കത്തിന്റെ കാരണമെന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പരസ്പരം അറിയാവുന്ന സംഘങ്ങളാണ് ഇവർ എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കണം. പോലീസ് ഈ വിവരങ്ങളാണ് പ്രാഥമികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഏതായാലും ചില ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അമ്പാടിയെ ഇടിച്ച് കൊലപ്പെടുത്തിയ ആളുകൾ ഒളിവിലാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇടിച്ചിട്ടതിന് ശേഷം ഉപേക്ഷിച്ചു പോയ നിലയിലായിരുന്നു കാറ്. ആ കാറ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ വാഹനം ഉപേക്ഷിച്ച ശേഷം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒളിവിൽ പോവുകയായിരുന്നു. അജോയ്, അരവിന്ദ്, ശ്രീകുട്ടൻ എന്നിവരാണ് ഈ വാഹനം ഓടിച്ചതും അമ്പാടിയെ കാറ് കയറ്റി കൊന്നതെന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഏതായിരുന്നാലും ബിവറേജിന് മുന്നിലുണ്ടായ തർക്കം, ആ തർക്കത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കാറ് കയറ്റി കൊല്ലുന്ന ഒരു ക്രൂരതയിലേക്ക് ഈ മൂന്നംഗ സംഘം എത്തിയത്. പോലീസ് പറയുന്നത് ഇപ്പോഴും കസ്റ്റഡിയിലുള്ള ചില ആളുകൾ അവർക്കിപ്പോഴും ബോധമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഇന്നലെ മദ്യപിച്ച് ലക്കിക്കെട്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർക്ക് ഇക്കാര്യങ്ങളിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി പറയുന്നില്ല. അത്രത്തോളം മദ്യപിച്ച അബോധാവസ്ഥയിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആളുകൾ എന്ന് കൂടി പോലീസ് പറയുന്നുണ്ട്. മദ്യലഹരിയിലായിരിക്കാം ഒരുപക്ഷെ ഈ ഇടിച്ചു കൊന്നിട്ടുണ്ടാവുക, അല്ലേ അല്ലമീൻ? അങ്ങനെ തന്നെയാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ തർക്കങ്ങളുടെയൊക്കെ തുടക്കം റാന്നി ബിവറേജിന് മുന്നിലാണ്. ആ ബിവറേജസിന്റെ മുന്നിൽ വന്ന് അവിടെ നിന്ന് തുടങ്ങിയ തർക്കമാണോ, ഇനി അതെല്ലാം മുൻപേതെങ്കിലും വൈരാഗ്യം ഉണ്ടായിരുന്നോ, അതിന്റെ തുടർച്ചയാണോ റാന്നി ബിവറേജിന് മുന്നിൽ ഉണ്ടായതെന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുന്നു. ഏതായാലും ഇന്നലെ ഈ പ്രശ്നങ്ങൾ, ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിന് ആധാരമായ തർക്കങ്ങളുടെ തുടക്കം റാന്നി ബിവറേജിന് മുന്നിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് വെല്ലുവിളികളുമായി പല ഭാഗങ്ങളിലേക്ക് തിരിയുന്നു. പിന്നെ ചിലയിടങ്ങളിൽ അവർ ഒത്തുകൂടുന്നു, കേന്ദ്രീകരിക്കുന്നു, അവിടെ നിന്ന് വെല്ലുവിളികൾ നടത്തുന്നു. ഇതിനിടയിൽ പലവട്ടം അവർ ഏറ്റുമുട്ടി സംഘർഷമുണ്ടായി എന്നും പോലീസ് പറയുന്നുണ്ട്. അതിനിടയിലാണ് ആ സംഘത്തിൽപ്പെട്ട അമ്പാടിയെ കാറിടിച്ച് കൊന്നത്. പക്ഷേ ഈ ബിവറേജിന് മുന്നിലുണ്ടായ തർക്കത്തിൽ അമ്പാടി ഇല്ലായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. നമുക്ക് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അമ്പാടിയുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് നടന്ന തർക്കവും സംഘർഷവുമാണ് പിന്നീട് അമ്പാടിയുടെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിവറേജസിന്റെ മുന്നിലൊക്കെ പോയി ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് ഈ സാധനം വാങ്ങിച്ച് അടിച്ചിട്ട് ഇതേപോലെ തർക്കിച്ച് ആൾക്കാരെ ഇടിച്ചു കൊല്ലാനൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനിത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങോട്ട് പോകണം? വീട്ടിൽ ഇരുന്നാൽ പോരെ എന്നൊരു ചോദ്യം
ചോദ്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആശാമാർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്തുമസിൻ്റെ കാലമാണ്, സുഹൃത്തുക്കളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടാവും, കൊണ്ടുവരുന്ന കുപ്പികളൊക്കെ സൗജന്യമായിരിക്കും എന്ന് കരുതി ഇതേപോലെ അടിച്ച് ബോധമില്ലാതെ കിടന്ന് ഇതേപോലുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കരുത്. ഒരു മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലുള്ള തർക്കങ്ങളായിരിക്കും ഇതേപോലെ ഈ ഉള്ളിൽ ചെന്ന് കഴിയുന്ന സമയത്ത് വലിയ ആവേശമായി നിങ്ങളുടെ ഈഗോയെ പെരുപ്പിച്ച് കാണിച്ച് അവനെ ഇടിച്ചങ്ങ് വന്നേക്കാം എന്നങ്ങ് തീരുമാനിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ ജീവിതം പോയി, ജീവിതകാലം മുഴുവൻ ഈ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാവും. അപ്പോൾ അതൊഴിവാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്.